ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു പിക്കിൾ ഉണ്ടാക്കാം. ഓനിയൻ പിക്കിൾ. ഓനിയനാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് ഉണ്ടാക്കി ഉപയോഗിക്കുകയും ചെയ്യാം. കുറച്ച് ദിവസം വയ്ക്കുകയോ ഒന്നും വേണ്ട. അപ്പോൾ അതിലാവശ്യമായിട്ട് നീളത്തിലരിഞ്ഞ സവാള വേണം. ഞാനിവിടെ 3 സവാള എടുത്ത് ആ സവാളയിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും അതുപോലെ തന്നെ ആവശ്യമായ പുളിക്ക് വേണ്ട വിനാഗിരി, ഇത് രണ്ടും ചേർത്തിട്ട് ആ സവാള നമുക്ക് കൈ ഉപയോഗിച്ചോ സ്പൂൺ ഉപയോഗിച്ചോ നല്ലപോലെ ഇളക്കി കൊടുക്കണം. കൈ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കതൊന്ന് ശരിക്കും ഉപ്പും വിനാഗിരിയും സവാളയിൽ യോജിക്കാൻ പാകത്തിന് നമുക്ക് ശരിക്കും യോജിപ്പിച്ചെടുക്കാം. ഉപ്പ് അധികം ആവാതെയും വിനാഗിരിയുടെ പുളി അധികമാവാതെ ശ്രദ്ധിക്കണം കേട്ടോ. ആവശ്യത്തിന് ചേർത്തിട്ട് അത് നമ്മൾ നല്ലപോലെ യോജിപ്പിച്ച് കഴിയുമ്പം സവാളയിൽ നിന്നുള്ള നീരൊക്കെ ഇറങ്ങി അതിൽ പിടിച്ചോളും ഉപ്പും അതുപോലെ തന്നെ വിനാഗിരിയുടെ പുളി. കൈകൊണ്ട് ചെയ്യുമ്പം ആ സവാളയുടെ എല്ലാ ഇതളും വിടർന്നു വരും. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ എണ്ണ ചൂടായിട്ട് അതിലേക്ക് ഉലുവ അതുപോലെ തന്നെ കടുക്, അച്ചാറുണ്ടാക്കുമ്പോൾ തന്നെ ഇത് രണ്ടും എണ്ണ ചൂടായി കടുകും ഉലുവയും നമുക്ക് ചേർത്ത് കൊടുക്കാം. കടുകും ഉലുവയും പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി അത് രണ്ടും ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നല്ലപോലെ മൂത്ത് വരുമ്പോൾ കറിവേപ്പില ചേർത്ത് നല്ലപോലെ ഇളക്കി ഇത് മൂന്നും നല്ലപോലെ മൂത്ത് കഴിയുമ്പോൾ മുളക് പൊടി ചേർക്കാം. മുളക് പൊടി കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഞാനിതിൽ കായപ്പൊടി ചേർത്തിരുന്നു, അതെടുക്കാൻ മറന്നുപോയി. ഈ മുളക് പൊടി നല്ലപോലെ മൂത്ത് വരുമ്പോൾ ജസ്റ്റ് കുറച്ച് കായം കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് വാങ്ങാം. യോജിപ്പിച്ച് വെച്ചിരിക്കുന്ന സവാളയിലേക്ക് നമ്മൾ ഈ മുളക് പൊടി കൂട്ട് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ചൂടുള്ള വെള്ളം കൂടി ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് ആ ചാറൊന്ന് ബാലൻസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ സവാള മാത്രമായിട്ട് കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ സവാള അച്ചാർ ശരിയാവും. ഇത് നമുക്ക് ഒത്തിരി ദിവസം വെച്ചിട്ട് ഉപയോഗിക്കുകയൊന്നും വേണ്ട. ഇത് അപ്പം തന്നെ നമുക്ക് കഴിക്കാവുന്ന. ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഉപ്പോ അല്ലെങ്കിൽ പുളിയോ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വിനാഗിരിയോ ഉപ്പോ ചേർത്ത് കൊടുത്തിട്ട് വെള്ളം കൂടി ആവശ്യത്തിന് ചേർത്ത് നമുക്ക് ഈ പിക്കിൾ ഉപയോഗിക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും.